നമ്മൾ 4 കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ മെറ്റലർജിയിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ഈസ് ഐസൊലേഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അപ്പോൾ മെറ്റൽ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഓറ് ഓക്സൈഡ് ഫോമിലാണെങ്കിൽ അതിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഈസി ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാം. പക്ഷേ പല ഓഴ്സും കാർബണേറ്റ് ആവാം, സൾഫൈഡ് ആവാം, അങ്ങനെ വേറെ ഏതെങ്കിലും ഫോമിലാണെങ്കിൽ ആ ഓറിനെ ഓക്സൈഡാക്കി മാറ്റിയിട്ട് അതിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഏത് ഫോമിലാണ് ഓറെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 2 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്, ഇൻ ബോത്ത് കേസസ് we heat the concentrated ore. In calcination, the ore is heated in the absence of air because the ore itself contains oxygen. Example നോക്കൂ, hematite ore Fe2O3 XH2O on heating converted to Fe2O3, the oxide of iron, plus XH2O, that is the water hydration is removed. That is, during this process the moisture gets removed or any other volatile impurity if present gets removed. For example, zinc carbonate, എന്തായിരുന്നു അത്? Calamine on heating in the absence of air decomposes to give zinc oxide plus carbon dioxide. So carbon is removed as gas. Then another example is, this is dolomite, carbonate of calcium and magnesium, which on heating also decomposes to give calcium oxide. CaCO3 gives CaO plus CO2, MgCO3 gives MgO plus CO2, that is CaO plus MgO plus 2CO2. So these are examples for calcination. Calcination means heating the ore in the absence of air to get the ore in oxide state. During the process, moisture and volatile impurities get removed. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഓറിൽ ഓക്സിജൻ ഉണ്ടാവണം, എന്നാലേ നമുക്കത് ഓക്സൈഡായിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് മെത്തേഡ് ഈസ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് ഈസ് ഓൾസോ എ ഹീറ്റിംഗ് പ്രോസസ്, ബട്ട് ഹിയർ ഹീറ്റിംഗ് ഈസ് carried out in presence of excess of oxygen. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ഓഴ്സ് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത സൾഫൈഡ് ഓഴ്സ്, അതിൽ ഓക്സിജൻ ഇല്ല, which when heated in presence of oxygen changes to its oxide and sulfur dioxide. Sulfur is removed as sulfur dioxide. Volatile impurity remove ചെയ്യുന്നു. So in roasting also the ore is heated in presence of excess of air, and during that process the volatile impurities and if moisture is present that also gets removed. Examples ആണ് zinc sulfide. zinc sulfide ഏതായിരുന്നു? zinc blend. ലെഡിൻ്റെ ഓറാണത്, ലെഡ് ഗലീന പറയും ഇതിന്. ദ കോപ്പർ ഗ്ലാൻസ് Cu2S എല്ലാം ഓക്സൈഡായിട്ട് മാറി. ഇനി കോപ്പർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി കോപ്പർ ഓറിൻ്റെ കൂടെ അയൺ ഇമ്പ്യൂരിറ്റി ആയിട്ട് പ്രസൻ്റ് ആവും. അപ്പോൾ ആ അയണിനെ റിമൂവ് ചെയ്യാനായിട്ട് ദിസ് റോസ്റ്റിംഗ് ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഇൻ എ ഫർണസ് കോൾഡ് റെവർബറേറ്ററി ഫർണസ്. വലിയൊരു ഫർണസാണ്, അതിൽ ഉള്ളിൽ ബ്രിക്ക് കൊണ്ട് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ വെച്ച് ഇത് ഹീറ്റ് ചെയ്യുന്നു കോപ്പർ സൾഫൈഡ്. ഇറ്റ് കണ്ടെയ്ൻസ് അയൺ ആസ് ഇമ്പ്യൂരിറ്റി. So what happens is that the iron gets oxidized to iron oxide. Iron sulfide impurity ഉണ്ടെങ്കിൽ അത് iron oxide ആയിട്ട് കൺവേർട്ട് ചെയ്യും. യൂഷ്വലി ദ റെവർബറേറ്ററി ഫർണസ് ഈസ് ലൈൻഡ് വിത്ത് സിലിക്ക. അതിൻ്റെ ഉള്ളിൽ സിലിക്ക കൊണ്ടൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സിലിക്കൺ ഡയോക്സൈഡ് അയൺ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട്, അയൺ ഓക്സൈഡ് ഇമ്പ്യൂരിറ്റി ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ സിലിക്കേറ്റ് എന്നുള്ള മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുന്നു. അങ്ങനെ ഇമ്പ്യൂരിറ്റീസിനെ, കോൺസെൻട്രേഷന് ശേഷം കിട്ടുന്ന ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ്സ്റ്റൻസ് സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ്
flux. So flux is a substance used for removing the impurities present in concentrated ore. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ഫ്ലക്സ് ഗ്യാങ് ആയിട്ട്, കോപ്പർ ഓറിൽ അയൺ ഗ്യാങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഗ്യാങ് ആയിട്ട് റിയാക്ട് ചെയ്ത് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള സ്ലാഗായി മാറുന്നു. ആ സ്ലാഗിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ കോപ്പർ സൾഫൈഡ് ഓർ ആഫ്റ്റർ റോസ്റ്റിംഗ് കണ്ടെയ്ൻസ് സം മോർ അയൺ സൾഫൈഡ്. അതിൽ പിന്നെയും അയൺ സൾഫൈഡ് കുറച്ച് ബാക്കി നിൽക്കും. ആൻഡ് വാട്ട് വി ഗെറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് Cu2s and FeS. That is the copper sulfide ore after roasting in a reverberatory furnace, we get a mixture of Cu2s and FeS, which is called copper matte. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പർ മാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് Cu2s and FeS obtained after roasting in a reverberatory furnace. So ഈ രണ്ട് പ്രീ ഹീറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നു to convert the ore into oxide state. എന്തിനാണ് ഓക്സൈഡ് ആക്കി മാറ്റിയത്? ഈ ഓക്സൈഡിനെ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് മെറ്റലും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓക്സിജനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ ഓക്സൈഡ് ആക്കി നമ്മൾ മാറ്റിയിട്ടുള്ളത്. മെറ്റൽ ഓക്സൈഡിനെ മെറ്റലും ഓക്സിജനും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റലും ഓക്സിജനും കിട്ടുന്നു. ഇനി ഈ മെറ്റൽ ഓക്സൈഡ് നമുക്കറിയാം, ഒരു മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ്. റൂം ടെമ്പറേച്ചറിലൊക്കെ മെറ്റൽ ഓക്സൈഡ് ഈസ് സ്റ്റേബിൾ. അപ്പോൾ മെറ്റൽ ഓക്സൈഡിൽ നിന്നും, ഈ സ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡിൽ നിന്നും എങ്ങനെയാണ് മെറ്റൽ ഐസൊലേറ്റ് ചെയ്യുന്നത്? അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള തെർമോഡൈനമിക് പ്രിൻസിപ്പിൾസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. തെർമോഡൈനമിക്സിൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഫീസിബിൾ ആവണമെങ്കിൽ ΔG മസ്റ്റ് ബി നെഗറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ΔG തരുന്ന ഇക്വേഷൻ എന്താണ്? ΔG = ΔH മൈനസ് T∆S ആണ്. അപ്പോൾ ഇവിടെ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ΔH എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം. എൻഡോതെർമിക് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്ന ഹീറ്റ്. ആൻഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ, ഇവിടെ സോളിഡാണ് റിയാക്റ്റൻറ്റ് കംപ്ലീറ്റ്. പ്രൊഡക്റ്റിൽ സോളിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. വെൻ ദ റിയാക്റ്റൻസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ്, എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ ΔS പോസിറ്റീവാണ്. അപ്പോൾ ΔS പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആയിക്കോട്ടെ, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ദിസ് ടേം ബിക്കംസ് നെഗറ്റീവ്. ആൻഡ് ദിസ് ടേം ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ നമുക്ക് പറയാം ΔG ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ്. അപ്പോൾ ΔG എപ്പോഴാണോ കൂടുതൽ നെഗറ്റീവ് ആവുന്നത്, അപ്പോൾ ആ പ്രോസസ്സ് ഫീസിബിൾ ആവും. അതായത് ഇവിടെ ഡീകമ്പോസിഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഫീസിബിൾ ആവും. ഫീസിബിൾ ആവണമെങ്കിൽ ΔG നെഗറ്റീവ് ആവണം. നെഗറ്റീവ് ആവണമെങ്കിൽ ഈ ഇക്വേഷൻ മുഴുവൻ നെഗറ്റീവായിട്ട് മാറണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ മെറ്റൽ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഡീകമ്പോസസ് ടു ഗീവ് മെറ്റൽ ആൻഡ് ഓക്സിജൻ. ഇനി പല കേസിലും ഈ മെറ്റൽ ഓക്സൈഡ് എത്ര ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ΔG വാല്യൂ സ്മോൾ നെഗറ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും, റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഹൈ നെഗറ്റീവ്. ΔG വാല്യൂ വലിയ നെഗറ്റീവാക്കി മാറ്റണം. ആ നെഗറ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വേറൊരു റിയാക്ഷനും കൂടിയും ക്യാരി ഔട്ട് ചെയ്യാം. സെയിം വെസലിൽ വേറൊരു റിയാക്ഷനും കൂടി ചെയ്യാം. ആ റിയാക്ഷൻ്റെ ΔG വാല്യൂ ഹൈ നെഗറ്റീവ് ആണെങ്കിൽ ആ കമ്പൈൻഡ് റിയാക്ഷൻ്റെ ടോട്ടൽ ΔG വിൽ ബി ഹൈലി നെഗറ്റീവ് ആൻഡ് ദ പ്രോസസ് വിൽ ടേക്ക് പ്ലേസ് ഈസിലി. സോ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഈ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. ആ ഓക്സിജൻ ഈ റിയാക്ഷൻ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഫോർവേഡ് റിയാക്ഷനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഈക്വിലിബ്രിയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓക്സിജനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് കാർബൺ യൂസ് ചെയ്യാം. ഓക്സിജനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിഡക്ഷനാണ്. റിഡക്ഷന് വേണ്ടി നമുക്ക് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഏത് യൂസ് ചെയ്യാം? കാർബൺ യൂസ് ചെയ്യാം. അപ്പോൾ കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാം. കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാം. അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാം. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡോ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ റിയാക്ഷൻസിൻ്റെ ΔG വാല്യൂസ് നെഗറ്റീവാണ്. ഈ എല്ലാ റിയാക്ഷൻസിൻ്റെയും ΔG വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്.
സപ്പോസ് ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ പോലും ഈ റിയാക്ഷനായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ട് റിയാക്ഷൻ്റെയും കൂടി ടോട്ടൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ആൻഡ് ദ പ്രോസസ് വിൽ ടേക്ക് പ്ലേസ് സ്പോണ്ടേനിയസ്ലി. അപ്പോൾ ഈ ഇക്വേഷനും ഇതിലത്തെ ഒരു റിയാക്ഷനും കൂടിയാണെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാം. C+O2 ഗിവിങ് CO2 അല്ലെങ്കിൽ C+½ ഗിവിങ് CO, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ MO പ്ലസ് ഈ റിയാക്ഷൻ്റെ ലെഫ്റ്റിലുള്ളത് C+½ ഗീവ്സ് ഇതിൻ്റെ റൈറ്റിൽ M+O2 M+½ പ്ലസ് ഇവിടെ റൈറ്റിൽ CO. ½ and ½ get cancelled. So what remains is MO plus C gives M plus CO. M solid, CO gas. അപ്പോൾ ഈ റിയാക്ഷൻ പോസിബിൾ ആയിരിക്കും ബിക്കോസ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ആയിരിക്കും ആൻഡ് ദ റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ് സ്പോണ്ടേനിയസ്ലി. അപ്പോൾ മെറ്റൽ ഓക്സൈഡിനെ ജസ്റ്റ് ഹീറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇറ്റ് മസ്റ്റ് ബി കമ്പൈൻ വിത്ത് അനദർ റിയാക്ഷൻ, ദാറ്റ് ഈസ് വിത്ത് എ റെഡ്യൂസിങ് ഏജൻറ്റ്. ഈ മെറ്റൽ ഓക്സൈഡിനെ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ കിട്ടുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷന് പറയുന്ന പേരാണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ എപ്പോഴാണ് കപ്ലിംഗ് റിയാക്ഷൻ നമ്മൾ ചെയ്യുക? ഒരു റിയാക്ഷൻ്റെ ഡെൽറ്റ ജി വാല്യൂ സ്മോൾ നെഗറ്റീവ്, ഡെൽറ്റ ജി വാല്യൂ സ്മോൾ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കമ്പൈൻ വിത്ത് അനദർ റിയാക്ഷൻ ഹാവിങ് ഹൈ നെഗറ്റീവ് ഡെൽറ്റ ജി വാല്യൂ. ദെൻ ദ ടോട്ടൽ ഡെൽറ്റ ജി ഓഫ് ദ നെറ്റ് റിയാക്ഷൻ രണ്ടും കൂടി ഇത് will be negative and the process will take place spontaneously. Such a reaction is called a coupling reaction. അപ്പോൾ ഇതൊരു കപ്ലിംഗ് റിയാക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഷുവറായിട്ടും ഈ മെറ്റൽ ഓക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ സ്പോണ്ടേനിയസ് ആവുന്നത് ഒരു റെഡ്യൂസിങ് ഏജൻ്റായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓരോ മെറ്റൽ ഓക്സൈഡിനും ഒരു സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഏതാണ് ആ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ്? അതുപോലെ തന്നെ ഈ മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ഹൈ ടെമ്പറേച്ചർ വേണം. ഏതാണ് ആ ഹൈ ടെമ്പറേച്ചർ? ഇത് രണ്ട് നമ്മൾ കണ്ടെത്തണം. സോ ഒരു മെറ്റൽ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ഉണ്ടാക്കാനായിട്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഹൈ ടെമ്പറേച്ചറും ഒന്ന് ഒരു റെഡ്യൂസിങ് ഏജൻറ്റും. ബോത്ത് ഓഫ് ദം ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് വാട്ട് ഈസ് കോൾഡ് എ graph called Ellingham diagram. So the use of Ellingham diagram is to find the suitable temperature for the reduction of metal oxide and also for finding a suitable reducing agent. And എന്താണ് Ellingham diagram? ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു. Ellingham diagram എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. എന്തിനുള്ള ഗ്രാഫാണ്? മെറ്റൽ ഓക്സൈഡിൻ്റെ ഫോർമേഷനുള്ള ഗ്രാഫാണ്. മെറ്റൽ ഓക്സിജനിൽ ബേൺ ചെയ്ത് മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ ഉള്ള ഗ്രാഫാണ്. ഏത് തമ്മിലുള്ള ഗ്രാഫാണ്? അതിൻ്റെ ഡെൽറ്റ ജി വാല്യൂവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. ഡെൽറ്റ ജി ഓൺ വൈ ആക്സിസ് ആൻഡ് ടെമ്പറേച്ചർ ഓൺ എക്സ് ആക്സിസ്. ടെമ്പറേച്ചർ റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. 0 to 2000 വരെ കെൽവിൻ വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഡെൽറ്റ ജി വാല്യൂ ഇവിടെ ടോപ്പിൽ 0 ആണ്. താഴേക്ക് വരുന്തോറും അത് മോർ ആൻഡ് മോർ നെഗറ്റീവായിട്ട് വരുന്നു. നമ്മളുടെ റിക്വയർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിക്കമ്പോസിഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ആണ്. പക്ഷേ ഈ ഗ്രാഫ് എന്നുള്ളത് ഫോർമേഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മെറ്റൽ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുന്നു. അത് സോളിഡാണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, മെറ്റൽ സോളിഡാണ്. അപ്പോൾ ഇതിൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഈസ് സോളിഡ്, അത് കാരണം എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നു, ഫ്രീഡം കുറയുന്നു. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഫ്രീഡം കുറയുന്നു, എൻട്രോപ്പി കുറയുന്നു. എൻട്രോപ്പി ഈ ഇക്വേഷനിൽ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻട്രോപ്പി കുറയാന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് നെഗറ്റീവാണ്. ഡെൽറ്റ എസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെറ്റൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ. സോ വെൻ എ മെറ്റൽ ഓക്സൈഡ് ഈസ് ഫോംഡ് എന്തായിരിക്കും? ഗ്രാഫ് പോസിറ്റീവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് പോസിറ്റീവ് വരുന്നത്? മുകളിലേക്കാണ്. അപ്പോൾ എല്ലാം അപ്വേർഡ് കേർവ്സ് ആണ്. എല്ലാത്തിൻ്റെയും ഗ്രാഫ് വരുന്നത് മുകളിലേക്ക് സ്ലോപ്പ് ഉള്ളതാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്, അപ്വേർഡ് സ്ലോപ്പ് ഉള്ളതാണ്. ഇത് ഏതിൻ്റെയൊക്കെയാണ് വരുന്നത്? ഏറ്റവും ടോപ്പിൽ കിടക്കുന്നുണ്ട് കോപ്പറിൻ്റെ ആണ്.
അതായത് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്തോറും ഡെൽറ്റ എസ് നെഗറ്റീവാണ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവാണ്. വെൻ ടി ഇൻക്രീസസ് the value of delta G also increases, that is it becomes more and more positive. അതാണ് ഈ പോസിറ്റീവ് സ്ലോപ്പ് കാണിക്കുന്നത്. കോപ്പർ ഏറ്റവും മുകളിൽ വരുന്നു, പിന്നെ അയൺ വരുന്നു, പിന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ കാണിച്ചിട്ടുണ്ട്, സിങ്ക്, അലുമിനിയം, മെഗ്നീഷ്യം. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഗ്രാഫ് താഴേക്കാണ് വരുന്നത്. ഏതാണിത്? 2C+O2 ഗിവിങ് 2CO, 2C + O2. O2 പറഞ്ഞ ഗ്യാസാണ്, ഇത് സോളിഡാണ്. C+O2 അല്ലെങ്കിൽ ഇവിടെ C+½ ഗിവിങ് CO, അല്ലെങ്കിൽ ഇതിനെ 2C+O2 gives 2CO എന്ന് എഴുതാം. ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2C+O2 ഗിവിങ് 2CO. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഈസ് സോളിഡ്, ദിസ് ഈസ് ഗ്യാസ്, ദിസ് ഈസ് ഓൾസോ ഗ്യാസ്. ഇവിടെ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കുറവാണ്, ഹാഫേ ഉള്ളൂ. ഇവിടെ 1 മോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ഡെൽറ്റ എസ് പോസിറ്റീവാണ്. ഡെൽറ്റ എസ് മോർ പോസിറ്റീവ് ആവുക ചെയ്യുന്നത് പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ദിസ് ടേം ബിക്കംസ് നെഗറ്റീവ്. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ റിയാക്ഷൻ. മനസ്സിലായി? കാരണം എന്താണ്? ഡെൽറ്റ എസ് പോസിറ്റീവ്, കൂടുതൽ ഗേഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് ഡെൽറ്റ എസ് പോസിറ്റീവാണ്. സോ ദിസ് ടേം ബിക്കംസ് നെഗറ്റീവ് ആൻഡ് ദ ഗ്രാഫ് എങ്ങനെയാണ്? സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്, അപ്വേർഡ് അല്ല. ഇതിനൊക്കെ അപ്വേർഡ് ആയിരുന്നു, പക്ഷേ ഈ കേസിൽ സ്ലോപ്പിംഗ് ഡൗൺ ഗ്രാഫാണ് കിട്ടുന്നത് നമുക്ക്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. C+O2 ഗിവിങ് CO2. ഇതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഗ്രാഫിന് മുമ്പേ ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, കാർബൺ ഡൈ ഓക്സൈഡും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഇത് സോളിഡാണ്. 1 മോളോ ഗേഷ്യസ് റിയാക്റ്റൻ്റ് ഉണ്ട്, 1 മോളോ ഗേഷ്യസ് പ്രോഡക്റ്റും ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ഡെൽറ്റ എസിന് വലിയ ചേഞ്ച് ഇല്ല. ഡെൽറ്റ എസ് ക്യാൻ ബി ടേക്കൺ ആസ് 0. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഡെൽറ്റ എസ് 0 ആണെങ്കിൽ ഈ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. സോ ദിസ് ഇസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും, സ്ലോപ്പ് ഉണ്ടാവില്ല പാരലൽ ടു ടെമ്പറേച്ചർ ആക്സിസ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. ഇനി വേറൊരു ഗ്രാഫും കൂടെ വരുന്നുണ്ട്. ദിസ് ഈസ് കാർബൺ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്, സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആയിട്ടുള്ളതുണ്ട്. ദ കാർബൺ മോണോക്സൈഡ് ഓക്സിജൻ ഗ്രാഫ് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ദിസ് ഗ്രാഫ് ഇത്, കാരണം കാർബൺ മോണോക്സൈഡ് ഗ്യാസാണ്, ഓക്സിജനും ഗ്യാസാണ്. അപ്പോൾ 2CO + O2 ഗിവിങ് 2CO2. ഇവിടെ റിയാക്റ്റൻസ് 3 ഗേഷ്യസ് മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെ 2 വരുന്നുള്ളൂ. അല്ലെങ്കിൽ CO + ½ O2, ഇവിടെ എത്രയാണ് വരുന്നത്? 1.5 മോൾ വരുന്നുണ്ട്, ഇവിടെ 1 മോൾ. മീൻസ് പ്രൊഡക്റ്റിൽ ഗേഷ്യസ് പ്രൊഡക്റ്റ് കുറവാണ്. അപ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവാണ്. ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോൾ ഈ ടേം പോസിറ്റീവാണ്. അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവാണ്. സോ ഇറ്റ് ഈസ് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആണ്. അപ്പോൾ കാർബണിൻ്റെ തന്നെ 3 ഗ്രാഫാണ് വരുന്നത് ഇതിൽ. C+O2 ഗിവിങ് CO2. ഇറ്റ് ഈസ് പാരലൽ ടു ടെമ്പറേച്ചർ ആക്സിസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. അതിനുള്ള റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്, ഇവിടെ സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആണ്. ഇനി ഓരോ മെറ്റലിനും ഏതാണ് സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്ക് കണ്ടെത്തണം. ഇതെന്ന് സ്യൂട്ടബിൾ ടെമ്പറേച്ചറും കണ്ടെത്തണം. അപ്പോൾ അതിനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. സിങ്കിൻ്റെ ലൈൻ ഒന്ന് നോക്കാം നമുക്ക്. സിങ്ക്, ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ സിങ്ക്. ഈ സിങ്കിൽ ഈ കാർബൺ ഓക്സിജൻ ഗിവിങ് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ ഗ്രാഫ് സ്ലോപ്പിംഗ് ഡൗൺ ആയിട്ടുള്ളത്, ഇത് രണ്ടും തമ്മിലൊന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിക്വയർഡ് റിയാക്ഷൻ എന്താണ്? സിങ്ക് ഓക്സൈഡിനെ ഡീകമ്പോസ് ചെയ്ത് സിങ്കും ഓക്സിജനും ആക്കണം. നമ്മൾ മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, ഐസൊലേറ്റ് ചെയ്യാൻ പോവുകയാണ് മെറ്റൽ ഓക്സൈഡിൽ നിന്ന്. അപ്പോൾ ഇത് ഗ്രാഫ് ഫോർ മെറ്റൽ ഓക്സൈഡ് ഫോർമേഷനാണ്. നമ്മുടെ റിക്വയർഡ് റിയാക്ഷൻ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ആണ്. ഇതാണ് നമുക്ക് നടക്കേണ്ടത്. അപ്പോൾ 2ZnO gives 2Zn + O2 എന്നുള്ള റിയാക്ഷനാണ് ഇവിടെ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ഇതും ഈ കാർബൺ നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഗ്രാഫും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. ഈ പോയിൻറ്റിൽ സിങ്ക് ഓക്സൈഡിൻ്റെ ഡെൽറ്റ ജി വാല്യൂ ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ നോക്കിയാൽ മതി. ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 500, ഡെൽറ്റ ജി വാല്യൂ -500 ഫോർ ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ നമ്മളുടെ റിക്വയർഡ് റിയാക്ഷൻ ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ.
ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ എത്രയാണ് വരുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ +500 ആണ്. ഡെൽറ്റ ജി വാല്യൂ ഫോർ ദ റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ് ടു സിങ്ക് ഈസ് +500 ആണ് വരുന്നത്. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ദിസ് വൺ കാർബണിൻ്റെ ഗ്രാഫ് നോക്കുക. കാർബൺ മോണോക്സൈഡ് ആവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ പോയിന്റിൽ നമ്മളുടെ റിക്വയർഡ് റിയാക്ഷൻ ഈസ് കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആവുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആകുമ്പോഴുള്ള ഡെൽറ്റ ജി വാല്യൂ, ഇതിലുള്ള ഡെൽറ്റ ജി വാല്യൂ തന്നെയാണ് അതേ പോയിന്റിൽ ഇറ്റ് ഈസ് +500. ഇവിടെ -500 അല്ലത് സോറി, ഇതിൽ സിങ്ക് ഓക്സൈഡിൽ -500 ആണ് ഇവിടെ ഉള്ളത് ഈ വാല്യൂ. അത് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ +500 എടുത്തു. ഇതിൽ ഫോർവേഡ് റിയാക്ഷൻ തന്നെയാണ് റിക്വയർഡ് റിയാക്ഷൻ, അതിൻ്റെ വാല്യൂ -500 വന്നു. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0. ദാറ്റ് ഈസ് ഈ ടെമ്പറേച്ചറിൽ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ടെമ്പറേച്ചറിൽ ഏകദേശം 1000 കെൽവിനിൽ സിങ്ക് ഓക്സൈഡും കാർബണും ഒരേ വെസലിൽ നമ്മൾ ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ, ഇതാണ് റിയാക്ഷൻ വരിക. സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഗീവ്സ് Zn+CO. ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ 1000 കെൽവിനിൽ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ റിയാക്ഷൻ നടക്കുന്നു. അതിൽ ഡെൽറ്റ ജി വാല്യൂ 0 ആണ്. ടോട്ടൽ ഡെൽറ്റ ജി ഓഫ് ദ റിയാക്ഷൻ 0 ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർവേഡ് ഡിറക്ഷനിൽ നടക്കണ്ടേ പറയാൻ പറ്റില്ല. ഫോർവേഡ് ഡിറക്ഷനിൽ നടക്കണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ രണ്ട് റിയാക്ഷൻ തന്നെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറൊരു ടെമ്പറേച്ചറിൽ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ 1200 എന്നുള്ള ടെമ്പറേച്ചറിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി ഫോർ സിങ്ക് ഓക്സൈഡ്? ഇവിടെ നോക്കാം, ഇവിടെ എത്തുന്നു സിങ്ക് ഓക്സൈഡിൻ്റെ ലൈൻ. അപ്പോൾ ഇറ്റ് ഈസ് -400 ആണ് വരുന്നത് അല്ലേ? 1200 കെൽവിനിൽ എത്രയാണ് വരുന്നത്? -400 ആണ്. -400 ഡെൽറ്റ ജി വാല്യൂ ഫോർ സിങ്ക് ഓക്സൈഡ് ഈസ് -400. നമുക്ക് റിക്വയർഡ് റിയാക്ഷൻ ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് +400. ഡെൽറ്റ ജി വാല്യൂ ഈസ് +400. ഇനി ഈ ടെമ്പറേച്ചറിൽ കാർബൺ മോണോക്സൈഡിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? ദിസ് ഇസ് നിങ്ങൾക്ക് എത്ര എടുക്കാം? -600 ആയിട്ട് എടുക്കാം. 1200 ഏകദേശം -600 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ +400ഉം -600ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? -200. അപ്പോൾ ആ റിയാക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ എന്ത് പറയാം? അറ്റ് 1200 കെൽവിൻ കാർബൺ ക്യാൻ റെഡ്യൂസ് സിങ്ക് ഓക്സൈഡ്. ഇത്ര നമുക്ക് ആലോചിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ രണ്ട് ലൈനും എവിടെയാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കുക. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് എടുക്കാൻ വിചാരിക്കുന്ന എലമെൻറ്റിൻ്റെ ഗ്രാഫ് താഴെ വരികയാണെങ്കിൽ ആ ടെമ്പറേച്ചറിൽ ആ റിയാക്ഷൻ ഫീസിബിൾ ആയിരിക്കും. ഈ രണ്ടിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കഴിഞ്ഞ് താഴെ വരുന്ന ഭാഗത്ത് ഏത് ടെമ്പറേച്ചറിലും ഈ സിങ്ക് ഓക്സൈഡിനെ കാർബണ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മെറ്റൽ ഓക്സൈഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്ന് നോക്കാൻ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക. ആ പോയിന്റിൽ താഴെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, നമ്മൾ വിചാരിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഗ്രാഫ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. പക്ഷേ എബവ് ദിസ് നോക്കൂ, ഈ കാർബണിൻ്റെ ഗ്രാഫ് എബവ് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടേക്ക് പോവുകയാണെങ്കിൽ ടെമ്പറേച്ചർ വീണ്ടും കുറയുന്നു. ആ ലോ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ നടക്കില്ല. കാരണം ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. രണ്ടിൻ്റെയും കൂടി കമ്പൈൻഡ് ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ്. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. സിങ്ക് ഓക്സൈഡ് അപ്പോൾ ഇവിടെ നോക്കൂ, ഇങ്ങനൊരു പോയിന്റിൽ ഇതിൽ കാർബണിൻ്റെ വാല്യൂ വരുന്നത് -400 ആണ്. കാർബൺ ഇതിൻ്റെ -400 വരുന്നു. സിങ്കിൻ്റെ ആണെങ്കിൽ സിങ്കിൻ്റെ ഈ ടെമ്പറേച്ചറിൽ എത്രയാണ് വരുന്നത്? അതിലും കൂടുതലാണ്, -300 വരുന്നു. -300ൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ ആണ്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ +300 ആണ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ടോട്ടൽ പോസിറ്റീവ് വരും. റിയാക്ഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ്. മനസ്സിലായല്ലോ? ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. അലുമിനിയം കൂടുതൽ അതിൽ ഇവിടെ ക്ലിയർ അല്ല, സിങ്കിൻ്റെ എല്ലാം കൂടെ ലൈൻസ് വന്നിട്ട് നമുക്കത്ര പറയാൻ ക്ലിയർ ആവുന്നില്ല. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് നോക്കാം.
നോക്കൂ, ഇത് അലുമിനിയം ഓക്സൈഡ് ആവുന്ന ഗ്രാഫ്. ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് അതിങ്ങനെ പോകുന്നു. ഇത് മെഗ്നീഷ്യത്തിനുള്ള ഗ്രാഫ്. അപ്പം നമുക്ക് ചോദിക്കാം, മെഗ്നീഷ്യത്തിന് അലുമിനിയത്തിന് റെഡ്യൂസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നിങ്ങൾക്ക് ഇത്ര നോക്കിയാൽ മതി. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണ് നോക്കുക. ഈ രണ്ട് ലൈന് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആ ഇൻ്റർസെക്ഷനിൽ നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് എടുക്കാവുന്നത് മെഗ്നീഷ്യം ആണെങ്കിൽ ആ മെഗ്നീഷ്യം അലുമിനിയത്തിൻ്റെ ലൈനിൻ്റെ താഴെയാണെങ്കിൽ ദറ്റ്സ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. മുകളിലാണെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് അല്ല. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ താഴെയുള്ള ടെമ്പറേച്ചറിൽ മെഗ്നീഷ്യത്തിൻ്റെ ലൈൻ അലുമിനിയത്തിൻ്റെ ലൈനിൻ്റെ താഴെ വരുന്നു. അലുമിനിയം ഓക്സൈഡിൻ്റെ ലൈനിൻ്റെ താഴെയാണ് ഏതിൻ്റെ വരുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ. സോ മെഗ്നീഷ്യം ക്യാൻ റെഡ്യൂസ് അലുമിനിയം ഓക്സൈഡ് ബിലോ ദിസ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. 1600 താഴെ ഏത് ടെമ്പറേച്ചറിലും മെഗ്നീഷ്യം ക്യാൻ റെഡ്യൂസ് അലുമിനിയം ഓക്സൈഡ് ടു അലുമിനിയം. തിരിച്ചു പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അലുമിനിയത്തിന് മെഗ്നീഷ്യം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ താഴെയുള്ള ഏത് ടെമ്പറേച്ചറിലും അലുമിനിയത്തിൻ്റെ ലൈൻ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ലൈനിൻ്റെ മുകളിലാണ് വരുന്നത്. സോ അലുമിനിയം ഈസ് നോട്ട് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി ഫോർ മെഗ്നീഷ്യം ഓക്സൈഡ്. പക്ഷേ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കഴിഞ്ഞ് മുകളിലുള്ള ടെമ്പറേച്ചറിൽ, അതിലും കൂടിയ ടെമ്പറേച്ചറിൽ നോക്കൂ, ഇവിടെ ഒരു ചേഞ്ച് വന്നു. മെഗ്നീഷ്യത്തിൻ്റെ ലൈൻ അലുമിനിയത്തിൻ്റെ ലൈനിൻ്റെ മുകളിലേക്ക് കടന്നുപോയി. ഇവിടെ ഒരു ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ലൈൻ ഇതാണ്, അതിൻ്റെ താഴെയാണ് എന്ത് വരുന്നത്? അലുമിനിയത്തിൻ്റെ ലൈൻ വരുന്നത്. അപ്പോൾ അലുമിനിയം ക്യാൻ റെഡ്യൂസ് മെഗ്നീഷ്യം ഓക്സൈഡ് എബവ് ദിസ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എബവ് 1600 കെൽവിൻ. എന്ത് ചെയ്യാൻ പറ്റും? ദിസ് അലുമിനിയം ക്യാൻ റെഡ്യൂസ് മെഗ്നീഷ്യം ഓക്സൈഡ് ബിലോ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇതിലും താഴെ ഇത് പറയുന്നു മെഗ്നീഷ്യം ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഫോർ അലുമിനിയം ഓക്സൈഡ്. അപ്പോൾ എന്താണ് നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റുക? എനി മെറ്റൽ ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഹൂസ് ഗ്രാഫ് ലൈസ് ബിലോ ദാറ്റ് ഓഫ് ദ മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡിൻ്റെ ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏത് എലമെൻറ്റും മുകളിലുള്ള മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യും. അത് ക്ലിയർ ആയിട്ട് ആ പോയിന്റ് ഓർത്തിരിക്കുക. രണ്ടിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ എന്ത് വരുന്നു? രണ്ടിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ഇക്വിലിബ്രിയം ഡെൽറ്റ ജി 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന്. അപ്പോൾ ഈ എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നിന്ന് സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇങ്ങനെയുള്ള റിഡക്ഷനെ ഹീറ്റ് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡിനെ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് പൈറോ മെറ്റലർജി എന്ന് പറയുന്നത്. പൈറോ പറഞ്ഞാൽ ഹീറ്റാണ്. പൈറോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ചെയ്ത് മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റൽ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് കോൾഡ് പൈറോ മെറ്റലർജി. ഇത് മെറ്റൽ ഓക്സൈഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കാർബൺ ഉപയോഗിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് സ്മെൽറ്റിംഗ് എന്നും കൂടിയും പറയാം. കാർബണാണ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ. അലുമിനിയമാണ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ അലുമിനോ തെർമി എന്ന് പറയാം. അലുമിനിയം ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നു, അലുമിനോ തെർമി എന്നൊക്കെ പറയാം. അങ്ങനെ കുറച്ച് ടേംസും കൂടി. അപ്പോൾ ഇതാണ് എല്ലിംഗ്ഹാം ഡയഗ്രത്തിൻ്റെ. ഇനി ഒരു പ്രധാന ഫീച്ചേഴ്സ് നമ്മൾ ജസ്റ്റ് തുടക്കത്തിലൊന്ന് പറഞ്ഞിരുന്നു. മെറ്റൽ ഓക്സൈഡിൻ്റെ ലൈൻസൊക്കെ സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആണ്. അതിനുള്ള റീസൺ നമ്മൾ കണ്ടു. അതിൻ്റെ ഡെൽറ്റ ജി വാല്യൂ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ബിക്കംസ് മോർ ആൻഡ് മോർ പോസിറ്റീവ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് സ്ലോപ്സ് അപ്വേർഡ്സ്. But that of carbon monoxide line is sloping downwards. Why? Because its delta G value becomes more and more negative with increase in temperature. But that of carbon dioxide is a straight line parallel to temperature axis because it is independent of temperature, because there is no change in number of gaseous molecules. So delta S equal to 0. When delta S equal to 0, it becomes independent of temperature. So the graph is a straight line parallel to temperature axis. ഇതാണ് എല്ലിംഗ്ഹാം ഡയഗ്രാം. ഇനി എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പ്രത്യേകതകളാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രാഫ് ഒരു എബ്രപ്റ്റ് ചേഞ്ച് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഈ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ചേഞ്ച് എന്ന് കാണിക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഫേസ് ചേഞ്ചാണ്. ഫേസ് ചേഞ്ച് കൊണ്ടാണ് ഡെൽറ്റ ജി പെട്ടെന്ന് മാറുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ
ഡെൽറ്റ ജി സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോവുകയാണെങ്കിൽ ഡെൽറ്റ ജി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും ഡെൽറ്റ ജിയുടെ വാല്യൂ പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു എബ്രപ്റ്റ് ചേഞ്ച് കാണുന്നത്. ചില ഗ്രാഫിൽ, ചില മെറ്റൽസിൻ്റെ ഗ്രാഫിലൊരു എബ്രപ്റ്റ് ചേഞ്ച് വരാൻ കാരണം അതിൻ്റെ ഫേസ് ചേഞ്ചാണ്. സോളിഡ് ടു ലിക്വിഡ് ഓർ ലിക്വിഡ് ടു ഗ്യാസ്, അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലിംഗ്ഹാം ഡയഗ്രത്തിൻ്റെ. വാട്ട് ഈസ് എല്ലിംഗ്ഹാം ഡയഗ്രാം? ഇറ്റ് ഈസ് എ ഗ്രാഫ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് between delta G and T. Delta G on y-axis and T on x-axis. And this Ellingham diagram is used for finding the suitable temperature for the reduction of metal oxide to metal and also for finding a suitable reducing agent. എങ്ങനെയാണ് നമ്മൾ suitable reducing agent കണ്ടത്? ഏത് മെറ്റൽ ഓക്സൈഡ് ആണോ റെഡ്യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ താഴെ വരുന്ന ഏത് എലമെൻറ്റിനും ആ മെറ്റലിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗ്രാഫിൽ കോപ്പറാണ് ഏറ്റവും മുകളിൽ കിടക്കുന്ന മെറ്റൽ, കോപ്പർ ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്. അപ്പോൾ കോപ്പർ ഓക്സൈഡിനെ താഴെയുള്ള ഏത് മെറ്റലിനും ഏത് എലമെൻറ്റിനും റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അയേണിൻ്റെ താഴെ കാർബണിൻ്റെ വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡിൻ്റെ ഗ്രാഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ബോത്ത് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഫോർ ദ റിഡക്ഷൻ ഓഫ് അയൺ. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് 4 മെറ്റൽസിൻ്റെ മെറ്റലർജി ഓരോ സ്റ്റെപ്പും പഠിക്കണം.